നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദേവൻ രവിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. അവളുടെ കാര്യത്തിൽ ഇത്രയധികം വേദനിക്കാൻ അവൾ നിന്റെ ആരടാ? അവൾ എൻ്റെ ആരാണെന്നതിനേക്കാൾ അവൾ സാറിൻ്റെ ആരുമല്ലെന്ന ബോധം സാറിനുണ്ടല്ലോ. രവി തിരിച്ചു ചോദിച്ചു. എടാ, ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടെങ്കിലും ഉണ്ട്. നീ എന്തധികാരത്തിലാ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? ദേവൻ രവിയെ കോളറിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി നീക്കി നിർത്തി ചോദിച്ചു. രവി ദേവന്റെ കൈ ബലമായി അവൻ്റെ കോളറിൽ നിന്ന് വിടിയിച്ചുകൊണ്ട് വളരെ ശാന്തമായി പറഞ്ഞു. മനുഷ്യത്വത്തിൻ്റെ പേരിൽ. നിലവിലൊരു ഭാര്യ ഉണ്ടായിരുന്ന സാർ ഭ്രാന്തെടുത്ത് അവളോടുള്ള ദേഷ്യത്തിനാ അവളുടെ സമ്മതം പോലും ഇല്ലാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അന്ന് സാറിൻ്റെ മാനസികാവസ്ഥ മോശമായതുകൊണ്ട് എനിക്ക് വേണ്ട വിധം പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അവളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ സാറിന് സ്വന്തം പ്രവർത്തിയിൽ കുറ്റബോധം തോന്നി. ഇപ്പം എങ്ങനെ ഒഴിവാക്കുമെന്നറിയാതെ മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിക്കുന്നു. അതിന് ഞാൻ അനുവദിക്കില്ല. നീ തന്നെ എൻ്റെ ആശ്രയത്തിലാണ് കഴിയുന്നത്. അങ്ങനെയുള്ള നീ എന്നെ എന്തു ചെയ്യുന്ന? ദേവൻ ചോദിച്ചു. രവി വളരെ ശാന്തമായി പറഞ്ഞു. അതും പറഞ്ഞ് സാർ എൻ്റെ വായ അടപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ വെറുതെ സാറിൻ്റെ ആശ്രയത്തിൽ കഴിയുന്നതല്ല. സാറിന് വേണ്ടി ജോലി എടുത്താ. എനിക്ക് വേണ്ടി എന്ത് ജോലിയാ നീ എടുക്കുന്നത്? എൻ്റെ പുറകെ നടക്കുന്നതോ? ദേവൻ ചോദിച്ചു. ഞാൻ സാറിനോട് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ വരുന്നില്ല. സാറ് ഗൗരിയെ പലതും പറഞ്ഞു വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഇതുപോലെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ദേഹോപദ്രവം, അതിന് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോൾ സാർ ഇവിടുന്ന് എന്നെ പറഞ്ഞു വിട്ടാലും ശരി, ഗൗരിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ടാവും. ദേവൻ രവിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താടാ നിന്റെ മനസ്സിൽ? അവളോടുള്ള സഹതാപോ അതോ പ്രണയോ? ദേവൻ ആ രീതിയിൽ കാര്യങ്ങൾ കാണുമെന്ന് രവി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം അവനിൽ ഒരു ഞെട്ടലുണ്ടാക്കി. രവി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. നിലവിൽ പ്രണയമൊന്നുമില്ല എന്ന് കരുതി ഇനി ഉണ്ടായിക്കൂടാന്നുമില്ല. അവൾ സാറിൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ, പിന്നെ പ്രണയിച്ചാലെന്താ? അത് കേട്ടതും ദേവൻ്റെ സർവ്വ നിയന്ത്രണവും പോയി. ദേഷ്യം കൊണ്ട് അവൻ്റെ ഉള്ളം പുകഞ്ഞു. പല്ലുകൾ കൂട്ടിഞ്ഞരിച്ച് അവൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ അവൻ സ്വയം അടക്കി നിർത്തി. കാരണം അവൾ തൻ്റേതു മാത്രമാണ്, മറ്റാർക്കും വിട്ടുതരില്ലെന്ന് പറയാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണ്. അവനൊരു തളർച്ചയോടെ അവൻ്റെ ചെയറിൽ പോയിരുന്നു. ആ സമയത്ത് ക്യാബിനിലെ എക്സ്റ്റൻഷൻ ഫോണിലേക്ക് ഒരു കോൾ വന്നു. രവി ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞ് അല്പനേരം കേട്ടു നിന്ന ശേഷം അത് തിരിച്ചയച്ചേക്ക് എന്ന് നിർദ്ദേശിച്ച് കോൾ കട്ട് ചെയ്തു. ശേഷം അവൻ ദേവനോട് പറഞ്ഞു. റിസപ്ഷനിൽ നിന്ന് അപർണയാ. സാറിന് ലണ്ടനിൽ നിന്ന് ഒരു കൊറിയർ ഉണ്ടെന്ന്. എന്നാലും അവരുടെ ബുദ്ധി സമ്മതിക്കണം. ഭാര്യ ഭർത്തൃബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ ദിവസം 3 നേരം വിളിച്ചന്വേഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റുകൾ അയക്കുന്നു. അവർ പോയിട്ടിപ്പോൾ 1.5 വർഷം ആയല്ലോ. ഏത് നിമിഷവും അവരുടെ വരവും പ്രതീക്ഷിച്ചിരുന്നു. ദേവൻ പല്ലെറുമിക്കൊണ്ട് രവിയെ നോക്കി. രവി തുടർന്നു. എൻ്റെ നേരെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. ആ പിശാചിനെ ഒഴിവാക്കാൻ പലരും പലതവണ പറഞ്ഞതാണല്ലോ. പക്ഷെ ആര് പറഞ്ഞിട്ടും കേൾക്കാതെ അവർക്ക് ഭാര്യ പദവി നൽകി നിലനിർത്തി കൊണ്ടുപോകുന്നത് സാറല്ലേ? രവി, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. ദയവ് ചെയ്ത് ഒന്നും മിണ്ടാതിരിക്കുക. ദേവൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. സാറിൻ്റെ സ്വസ്ഥത കളയുന്നത് ഞാനാണോ? രവി വിനയത്തോടെ ചോദിച്ചു. അതെ, ഇപ്പം നീ തന്നെയാ എൻ്റെ സമാധാനം കളയുന്നത്. ദേവൻ്റെ മറുപടി കേട്ട് രവി ഒന്ന് തകർന്നുപോയി. അവൻ്റെ മുഖത്ത് സങ്കടത്തിൻ്റെ ഒരു നിഴൽ പടർന്നു. രവി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടക്കുമ്പോൾ രവി ഒന്നുകൂടി ദേവനെ നോക്കി. ആ കണ്ണുകളിൽ എന്തോ പറയാൻ ബാക്കി വച്ചതുപോലെ അവന് തോന്നി. സ്വസ്ഥത എന്നത് നമ്മൾ തനിയെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല സർ. നമ്മുടെ കൂടെ ആരുണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ കിട്ടുന്നതാ. അതിന് ചിലപ്പോൾ വില നൽകേണ്ടതായും വരും, രവി പറഞ്ഞു. ദേവൻ അത് കേട്ടില്ലെന്ന് നടിച്ചു. രവി ക്യാബിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ദേവൻ നിസ്സഹായനായി ചെയറിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ മെല്ലെ അടച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഗൗരിയുടെ മുഖം തെളിഞ്ഞു വന്നു. അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഓഫീസ് ടൈം കഴിഞ്ഞ് പോകാൻ നേരം ദീപ ഗൗരിയോട് പറഞ്ഞു. ഗൗരി, 1 മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. എന്നിട്ട് ദീപ കുറച്ച് ഫയലുകളെടുത്ത് ഓഫീസ് സ്റ്റോർ റൂമിലേക്ക് പോയി. ഓഫീസിലേക്ക് കയറി വരികയായിരുന്ന രവി ഗൗരി അവിടെ നിൽക്കുന്നത് കണ്ട് അരികിലെത്തി ചോദിച്ചു. നീ എന്താ ഇതുവരെ പോകാത്തത്? അത് ദീപ ചേച്ചിയെ കാത്തു നിൽക്കുക, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഗൗരി മറുപടി നൽകി. രവി ചുറ്റുമൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു. സാർ ഉപദ്രവിച്ചിട്ടാണോ നിന്റെ കയ്യിൽ ഈ പാടുണ്ടായത്? അവൾ ഒരു പരിഭ്രമത്തോടെ പറഞ്ഞു. അല്ല, കൊതുക് കടിച്ച് ചൊറിഞ്ഞതാണെന്ന് നീ പറഞ്ഞത് എനിക്ക് അത്ര വിശ്വാസമായിട്ടില്ല.
സത്യത്തിൽ എങ്ങനെ ഇത് പറ്റിയത്? രവി വിടാതെ ചോദിച്ചു. അത് ഞാൻ എന്തോ പറഞ്ഞപ്പോൾ സാറിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഗൗരി പറഞ്ഞു നിർത്തിയതും രവി ഇടപെട്ടു. സാറിന് ദേഷ്യം വന്നപ്പോൾ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല, ദേഷ്യം വന്നപ്പോൾ കയ്യിൽ മുറുകെ പിടിച്ചതാ. മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഗൗരി പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ദീപ കണ്ടുകൊണ്ട് വന്നു. അവൾ വേഗം മറഞ്ഞു നിന്ന് അവരെ വീക്ഷിച്ചു. രണ്ടാളും എന്തോ കാര്യമായി സംസാരിക്കുകയാണല്ലോ. ഇനി രവി ആയിരിക്കുമോ? ദീപ ഒരു സംശയത്തോടെ ചിന്തിച്ചു. എന്നിട്ട് അവരുടെ അടുത്തേക്ക് നടന്നെടുത്തു. എന്താ രവി, ഗൗരിയോട് വിശേഷങ്ങൾ ചോദിക്കുകയാണോ? ദീപ ചോദിച്ചു. എന്താ പോവാത്തെന്ന് ചോദിക്കുകയായിരുന്നു, രവി പറഞ്ഞു. കുറച്ച് ഫയലുകൾ സ്റ്റോറിൽ കൊണ്ടുപോയി വെക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നേരം വൈകിയത്, ദീപ രവിയോട് പറഞ്ഞു. എന്നിട്ട് ഗൗരിയോട് പറഞ്ഞു, പോവാം എന്ന് മൂളി അവൾ തലയാട്ടി. രവിയുടെ മുഖത്തു നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം ഗൗരി ദീപയുടെ കൂടെ ചെന്നു. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ദീപ പറഞ്ഞു, നമ്മൾ സാധാരണ പോകുന്ന ബസ് പോയി കാണും ഗൗരി, നമുക്ക് നടന്നു പോയാലോ? എൻ്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ച ശേഷം അവിടുന്ന് നിന്നെ ഓട്ടോയിൽ കയറ്റിവിടാം. അയ്യോ, അതൊന്നും വേണ്ട ചേച്ചി, ഗൗരി പേടിയോടെ പറഞ്ഞു. അതെന്താ, നിന്റെ ഹസ്ബൻഡ് വഴക്കു പറയുമെന്ന് പേടിയുണ്ടോ? ദീപ ചോദിച്ചു. ഏയ്, അതൊന്നുമല്ല. പിന്നെ ഓട്ടോയിൽ പോകാൻ കാശില്ലാത്തതുകൊണ്ടാണോ? അതോർത്ത് നീ വിഷമിക്കേണ്ട, ഓട്ടോ ചാർജ് ഞാൻ തരാം, വായോ. ദീപ നിർബന്ധിച്ച് ഗൗരിയെ കൂട്ടിക്കൊണ്ടുപോയി. സ്കൂളിൽ നിന്ന് വന്ന് മക്കൾ കാത്തിരിക്കുന്നുണ്ടാവില്ലേ ചേച്ചി? നമുക്ക് ബസ്സിൽ പോയാൽ മതിയായിരുന്നു, വേഗം എത്തുമായിരുന്നല്ലോ, ഗൗരി ചോദിച്ചു. മക്കൾ കാത്തിരിക്കുന്നുണ്ടാവും, എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഒരേ കോമ്പൗണ്ടിൽ തന്നെ 2 വീടുകളുണ്ട്. ഒരെണ്ണം വാടകയ്ക്ക് കൊടുത്തിരിക്കുക, മറ്റൊന്നിൽ ഞാനും മക്കളും താമസിക്കുന്നു. വാടകക്കാരും അയൽവാസികളൊക്കെ നല്ല കൂട്ടരാ, നല്ല സഹകരണാ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ദീപ പറഞ്ഞു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദീപ തുടർന്നു. നിന്റെ വീട്ടിലേക്ക് കുറേ ദൂരമുണ്ടോ? അത് കേട്ട് ഗൗരി ഒന്ന് നടുങ്ങി. വീട്ടുകാരെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകുമോ എന്നോർത്ത് അവൾ ഒന്ന് ഭയന്നു. ഒരു പതർച്ചയോടെ അവൾ പറഞ്ഞു, കുറച്ച് ദൂരമുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് കുറേ പേരുണ്ട്, ഗൗരി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഒക്കെ ഉണ്ടോ? ദീപ ചോദിച്ചു. അവൾ മൂളി. ഈ രാമേട്ടൻ എന്ന് പറയുന്നതാരാ? ദീപ വീണ്ടും ചോദിച്ചു. താൻ ഭയന്നതുപോലെ തന്നെ വീട്ടുകാരെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണല്ലോ എന്നോർത്ത് അവൾ വല്ലാതെ അസ്വസ്ഥയായി. അവൾ പരിഭ്രമത്തോടെ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അത് ഏട്ടനാണോ? ദീപ ചോദിച്ചു. എന്ന് മൂളി അവൾ തലയാട്ടി. നിന്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ദീപയുടെ ആ ചോദ്യം കേട്ടതും അവൾ കൂടുതൽ അസ്വസ്ഥയായി. ചേച്ചി പ്ലീസ്, അവൾ വല്ലാതെ വിറച്ചുപോയി. ഓ സോറി, നിനക്ക് പറയാൻ തോന്നുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയെന്നും ഒന്നും ഞാൻ ചോദിക്കില്ലെന്നും പറഞ്ഞതായിരുന്നു. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയതാ, സോറി, ദീപ പറഞ്ഞു. ഗൗരിയുടെ മൗനവും അസ്വസ്ഥതയും ദീപയുടെ സംശയത്തെ ബലപ്പെടുത്തി. കുറച്ചു ദൂരം കൂടി നടന്ന ശേഷം ദീപ ഒരു ഗേറ്റിന് മുന്നിൽ നിന്നു. ഇതാ എൻ്റെ വീട്, ദീപ പറഞ്ഞു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 2 കുട്ടികൾ ഓടി വന്ന് ദീപയെ കെട്ടിപ്പിടിച്ചു. അമ്മ എന്താ ഇത്ര വൈകിയേ? അവർ ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഗൗരിയെ കണ്ടതും അവരൊന്നു പരുങ്ങി. ഇത് ഗൗരി ആൻറ്റി, അമ്മ പറയാറില്ലേ, ഓഫീസിലെ അമ്മയുടെ കൂട്ടുകാരി. ദീപ ഗൗരിയെ പരിചയപ്പെടുത്തി. ദീപമോൾ ഇന്ന് വൈകിയോ? എന്താ അമ്മ വരാത്തേന്ന് ചോദിച്ച് മക്കൾ ഗേറ്റിനടുത്ത് തന്നെ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ് വാടക വീട്ടിൽ താമസിക്കുന്ന ആയിഷുമ്മ അവരുടെ അടുത്തേക്ക് വന്നു. ഇന്ന് ഓഫീസിൽ നിന്നിറങ്ങാൻ വൈകി ആയിഷുമ്മ. സ്ഥിരം വരുന്ന ബസ് പോയപ്പോൾ നടന്നു വരാമെന്ന് കരുതി. ഇത് ഓഫീസിലെ എൻ്റെ കൂട്ടുകാരിയാ, ഗൗരി. ഇവളുടെ വീട് ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ. ദീപ ഗൗരിയെ അവർക്ക് പരിചയപ്പെടുത്തി. വീടിനകത്ത് കയറിയപ്പോൾ ഗൗരി പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വലിയൊരു വീട്. ഗൗരി, നീ ഇവിടെ ഇരിക്ക്, ദാ ഇപ്പം തന്നെ ചായ റെഡിയാവും എന്ന് പറഞ്ഞ് ദീപ അടുക്കളയിലേക്ക് കയറി ചായ ഇടാൻ തുടങ്ങി. ഗൗരിയും ദീപയുടെ മക്കളും കൂടെ അടുക്കളയിലേക്ക് ചെന്നു. നിങ്ങളുടെ പേരെന്താ? ഗൗരി കുട്ടികളോട് ചോദിച്ചു. ഞാൻ മണിക്കുട്ടൻ, ഇവള് ചിന്നു, മണിക്കുട്ടൻ ഗൗരിയോട് പറഞ്ഞു. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഗൗരി ചോദിച്ചു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, മണിക്കുട്ടൻ പറഞ്ഞു. ചിന്നുമോളോ? ചിന്നുമോളെ കൈകളിൽ എടുത്തുയർത്തിക്കൊണ്ട് ഗൗരി ചോദിച്ചു. ഞാനും ഫസ്റ്റ് സ്റ്റാൻഡേർഡാ, ചിന്നു പറഞ്ഞു. ഗൗരി അതിശയത്തോടെ ദീപയെ ഒന്ന് നോക്കി. ദീപ പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരിയോട് പറഞ്ഞു. ട്വിൻസാ. ദീപ ഗൗരിക്ക് ചായ കൊടുത്തിട്ട് മക്കളോട് പറഞ്ഞു. മക്കൾ പോയി കുളിച്ചിട്ട് വരൂ, അമ്മ ചായ എടുത്തു വയ്ക്കാം.
അത് കേട്ടതും ചിന്നുമോൾ ഗൗരിയുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങി പറഞ്ഞു, ആൻറ്റി പോകല്ലേ, ഞങ്ങളിപ്പോൾ വരാം. എന്നിട്ട് അവരവിടുന്ന് ഓടിപ്പോയി. ചേച്ചി, ഇവരുടെ അച്ഛൻ? ഗൗരി മടിച്ചു മടിച്ചു ചോദിച്ചു. ഇങ്ങനെ 2 മക്കൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ആക്സിഡൻ്റ് ആയിരുന്നു. ദീപ വലിയ വിഷമത്തോടെ പറഞ്ഞു. ദീപയുടെ കണ്ണുകൾ നിറയുന്നത് ഗൗരി വേദനയോടെ നോക്കി നിന്നു. സമാധാനിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ അവൾ ദീപയുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. സോറി ചേച്ചി. സാരല്ല ഗൗരി, ഈ ചോദ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ചെയ്യുന്നതാ. മക്കൾ വളരും തോറും അവരുടെ അച്ഛനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുക എന്ന പേടി എനിക്ക്. ഏതൊരു മക്കൾക്കും ഹീറോ അവരുടെ അച്ഛനാണല്ലോ. ദീപ സാരിത്തുമ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. ഗൗരിക്ക് എന്തോ വലിയൊരു ഭാരം നെഞ്ചിൽ തങ്ങിയതുപോലെ തോന്നി. ചേച്ചിയുടെ വീട്ടുകാർ? ഗൗരി ചോദിച്ചു. ഉള്ളം നീറുമ്പോഴും ദീപ ഗൗരിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു.